നമസ്കാരം. ഓം നമ ശിവായ. ഓഗസ്റ്റ് 2-ാം തീയതിയിലെ നക്ഷത്രഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളത്തെ ദിവസം ചില നക്ഷത്രക്കാർക്ക് വലിയ മുന്നേറ്റങ്ങളും സന്തോഷ വാർത്തകളും ലഭിക്കുമ്പോൾ ചില നക്ഷത്രക്കാർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ഒരു ദിവസമായിരിക്കും. അപ്പോൾ നമുക്ക് ആ നക്ഷത്രക്കാർ ഏതൊക്കെയാണ് എന്നും നാളെ ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും അതുപോലെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങളുടെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ആദ്യം നാളെ ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് ഏറെ അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം. ജോലി സ്ഥലത്ത് അംഗീകാരം ലഭിക്കാനും പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടാനും സാധ്യതയുള്ള ഒരു ദിവസമാണ്. സാമ്പത്തികമായിട്ട് പ്രതീക്ഷിച്ചിരുന്ന വരുമാനം കൈവരും. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനുള്ള സാധ്യത ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച നേട്ടം കൈവരിക്കാൻ കഴിയും. പരീക്ഷകളിലൊക്കെ വലിയ വിജയം കൈവരിക്കാൻ കഴിയും. മത്സര പരീക്ഷകളിലോ അല്ലെങ്കിൽ കലാപ്രകടനങ്ങളിലോ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സമ്മാനം നേടാൻ കഴിയുന്നതായി കാണുന്നു. തൊഴിൽ മേഖലയിൽ അനുകൂലമായിട്ടുള്ള ചില മാറ്റങ്ങളാണ് ഇവരെ സംബന്ധിച്ച് കാണുന്നത്. കൂടുതൽ സഹപ്രവർത്തകരുമായി കൂടുതൽ യോജിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. സാമ്പത്തികമായിട്ട് അനുകൂലമായിട്ടുള്ള ചില സൂചനകൾ വരും. നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്ന ചില സാമ്പത്തിക സ്രോതസ്സുകളിലേക്ക് വഴി തുറക്കുന്ന തീരുമാനങ്ങൾ നാളത്തെ ദിവസം ഉണ്ടാകും. നാളത്തെ ദിവസം ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ: രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുക, മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങി പ്രധാന കാര്യങ്ങൾ ആരംഭിക്കുക, മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം നാളെ ധരിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും, വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ആദിത്യ ഹൃദയം പാരായണം ചെയ്യുന്നതും നാളത്തെ ദിവസം നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. ഇനി നാളത്തെ ദിവസം ഗുണഫലം ലഭിക്കുന്ന മറ്റൊരു നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് തൊഴിൽ, വ്യാപാരം, സാമ്പത്തിക മേഖല എന്നിവയിൽ വളർച്ചയുടെ സൂചനകൾ കാണുന്നു. ചില പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് നാളത്തെ ദിവസം കഴിയും. ഏറെ നാളായി നിങ്ങൾ മനസ്സിലിട്ട് ആഗ്രഹിച്ചിരുന്ന ചില ബിസിനസ് സംരംഭങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കാൻ കഴിയുന്ന ഒരു ദിവസമായി മാറുന്നു. സാമ്പത്തികമായിട്ട് ചില കെട്ടിക്കിടക്കുന്ന പൈസ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാനും നിലവിൽ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീർക്കാനും നിങ്ങൾക്ക് കഴിയും. പഴയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നതും ഏറെ ശ്രദ്ധേയമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൂടുതൽ അന്വേഷിച്ച് കണ്ടെത്തി ചില കാര്യങ്ങൾ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് നാളത്തെ ദിവസം വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്നതായി കാണുന്നു. പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ലഭിക്കുക അല്ലെങ്കിൽ മാനേജ്മെന്റിൽ നിന്ന് സമ്മാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകും. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. നിങ്ങൾ നാളെ നടത്തുന്ന യാത്രകൾ വിജയകരമാകും. ആ യാത്രകൾ കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നതായി കാണുന്നു. നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ: ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. സാധ്യമെങ്കിൽ പാലഭിഷേകം നടത്തുകയോ അല്ലെങ്കിൽ ഓം നമഃശിവായ മന്ത്രം 108 പ്രാവശ്യം ജപിക്കുകയോ ഒക്കെ ചെയ്യുക. ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം ദാനം നൽകുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യങ്ങൾ നാളത്തെ ദിവസം നേടിത്തരും. ഇനി നാളത്തെ ദിവസം കൂടുതൽ ഗുണഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് ഏറെ ശുഭകരമായ ദിവസമാണ് നാളത്തെ ദിവസം. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ അനുയോജ്യമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് രേവതി നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ കലാരംഗത്തുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അവരുടെ കലാപ്രകടനം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും ആളുകളുടെ പ്രശംസ ലഭിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ട്. കലാരംഗത്തുള്ളവർക്ക് അംഗീകാരം ലഭിക്കും. നിങ്ങളുടെ കഴിവിനെ എല്ലാവരും പ്രശംസിക്കുകയും വളരെ വലിയ രീതിയിൽ നിങ്ങളെ പുകഴ്ത്തുകയും ചെയ്യും. കർമ്മമേഖലയിൽ ശോഭിക്കാൻ കഴിയും നാളത്തെ ദിവസം. ചില പുതിയ അവസരങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് നാളത്തെ ദിവസം കഴിയും. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് നാളെ. നിങ്ങൾ നാളത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ: ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ കറുകപ്പുല്ല് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. വിദ്യാർത്ഥികൾ പഠനം ആരംഭിക്കുന്നതിന് മുൻപ് ഗണപതി പ്രാർത്ഥന നടത്തുക. അങ്ങനെയെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ നിൽക്കാനും പഠനത്തിൽ മികവ് പുലർത്താനും നിങ്ങൾക്ക് നാളെ കഴിയും. വീട്ടിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് കുടുംബത്തിൽ മനഃശാന്തി ഉണ്ടാക്കും. ഇനി നാളത്തെ ദിവസം
ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന ചില നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അവർക്ക് എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് നാളെ ചെയ്യാൻ കഴിയുന്നത് എന്നും കൂടി നമുക്ക് നോക്കാം. അതിലാദ്യം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം സംസാരത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. ചെറിയ വാക്ക് തർക്കങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഇവരെ സംബന്ധിച്ചുണ്ടാകാം. ഓഫീസിലായിക്കോട്ടെ, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലായിക്കോട്ടെ, മറ്റ് പൊതു സദസ്സുകളിലായിക്കോട്ടെ, ഇവിടെയൊക്കെ അനാവശ്യമായി നിങ്ങൾ അഭിപ്രായം പറയാൻ പോകേണ്ട കാര്യമില്ല. വാക്ക് തർക്കത്തിൽ ഏർപ്പെടാതിരിക്കുക, സംവാദങ്ങളിൽ പോയി നിൽക്കാതിരിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ദോഷമായിട്ട് ഭവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. സാമ്പത്തിക ഇടപാടുകളിൽ നാളത്തെ ദിവസം വളരെയധികം സൂക്ഷ്മത വേണം. നിക്ഷേപങ്ങൾ നടത്തരുത് നാളത്തെ ദിവസം. പിന്നെ ജാമ്യം നിൽക്കുക പോലുള്ള കാര്യങ്ങളിലൊന്നും ചെയ്യാതിരിക്കുക. അത് മാത്രവുമല്ല, സുപ്രധാനമായിട്ടുള്ള ചില സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നു എങ്കിൽ അത് നിങ്ങൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. വലിയ തുക കടം കൊടുക്കുന്ന കാര്യങ്ങളിലൊക്കെ അല്പം ശ്രദ്ധിക്കണം. അപരിചിതരായിട്ടുള്ള ആളുകളെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് നാളത്തെ ദിവസം. കാരണം ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. വാഹനം ഓടിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധയോടെയും കരുതലോടെയും വാഹനം ഓടിക്കുക. നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാനുള്ള ചില പരിഹാര മാർഗങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിലാദ്യം ദുർഗാദേവിയെ നാളത്തെ ദിവസം പ്രാർത്ഥിക്കുക. ചുവന്ന പൂവ് സമർപ്പിച്ച് വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിക്കുക. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകാൻ കഴിയുമെങ്കിൽ ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ചുവന്ന പുഷ്പം സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. കഴിയുമെങ്കിൽ സ്ത്രീകൾക്ക് പണമോ വസ്ത്രമോ ഒക്കെ ദാനം നൽകുക നാളത്തെ ദിവസം. അത് നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യഫലങ്ങൾ നേടിത്തരും. കോപം നിയന്ത്രിക്കുന്നത് നാളത്തെ ദിവസം നിങ്ങൾക്ക് വളരെ മാറ്റങ്ങൾ കൊണ്ടുതരും. ദേഷ്യപ്പെട്ട് ഇടിപിടിയുന്ന ആരോടും സംസാരിക്കാതിരിക്കുക. കടുത്ത വാക്കുകൾ പറയാതിരിക്കുക. ഇനി നാളത്തെ ദിവസം ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാനുള്ള സാധ്യത നാളത്തെ ദിവസമുണ്ട്. ജോലിയിൽ കാലതാമസം ഉണ്ടാകാം. ഇപ്പോൾ ചില ജോലി പ്രശ്നമായിട്ട് ജോലി രാജിവെച്ച് അടുത്ത ജോലി അന്വേഷിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചില ജോലിയൊക്കെ വളരെയധികം റെഡിയായി ജോയിൻ ചെയ്താൽ മതി എന്നൊരവസ്ഥയിലേക്ക് ഇരിക്കുകയായിരിക്കും. പക്ഷേ അത് മുടങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇൻ്റർവ്യൂകളിൽ പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകും. അതുമൂലം നിങ്ങൾക്ക് മാനസിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സഹോദരങ്ങളുമായിട്ട് വാക്ക് തർക്കത്തിൽ ഏർപ്പെടാനുള്ള സാധ്യത കൂടി നാളത്തെ ദിവസം കാണുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ നിങ്ങൾ അശ്രദ്ധ കാണിക്കരുത്. ആരോഗ്യകാര്യത്തിൽ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക. അത് ശ്രദ്ധിക്കുക. അത് പ്രത്യേകിച്ച് കരുതൽ കൊടുക്കുക. അല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകാൻ സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ നാളത്തെ ദിവസത്തെ ദോഷഫലം കുറയ്ക്കാനുള്ള ചില പരിഹാര മാർഗങ്ങൾ പറയാം. ഒന്ന്, നാഗദേവതയ്ക്ക് നിങ്ങൾ മഞ്ഞൾപ്പൊടി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ശിവക്ഷേത്രത്തിൽ പോവുക. അവിടെ ജലധാര വഴിപാട് നടത്തുന്നത് വളരെ നല്ലതാണ്. പച്ച നിറത്തിലുള്ള വസ്ത്രം നാളെ ധരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ നല്ലതാണ്. അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് നാളത്തെ ദിവസം വിട്ടു നിൽക്കാൻ ശ്രമിക്കുക. ഇനി നാളത്തെ ദിവസം ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നാളെ അതീവ ജാഗ്രത പാലിക്കണം. നിങ്ങളുടെ കയ്യിൽ നിന്ന് ചില പ്രശ്നങ്ങൾ വന്ന് വലിയ കൈനഷ്ടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത നാളത്തെ ദിവസമുണ്ട്. ഓഫീസിലൊക്കെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ തൊഴിലിടത്ത് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ചെറിയ പിഴവുകൾ വലിയ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. നിക്ഷേപങ്ങൾ നടത്താതിരിക്കുക നാളത്തെ ദിവസം. പണം കടം കൊടുക്കുന്നതും പണം കടം വാങ്ങുന്നതും നാളത്തെ ദിവസം ഒഴിവാക്കുക. മാത്രവുമല്ല, സുഹൃത്തുക്കളുമായിട്ട് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനുള്ളൊരു അവസ്ഥ നാളത്തെ ദിവസം ഉണ്ടാകുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സ് തുറന്ന് സംസാരിക്കുക. തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് സംസാരിച്ച് തീർക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വളരെ അടുത്ത ചില സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ശത്രുക്കളായി മാറാനുള്ള സാധ്യത നാളത്തെ ദിവസമുണ്ട്. മാനസിക സമ്മർദ്ദം നാളത്തെ ദിവസം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നേക്കാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. എന്തായാലും നാളത്തെ ദിവസം നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാനുള്ള ചില പരിഹാര മാർഗങ്ങൾ പറയാം. അതിലൊന്ന്, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. നാളെ തുളസി ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും.
ഓം നമോ നാരായണ മന്ത്രം ജപിക്കുന്നത് നിങ്ങൾക്ക് മനഃശാന്തിയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും. ഇനി മറ്റ് നക്ഷത്രങ്ങളെ പറ്റി പറയാം. അശ്വതി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പുണർദം, പൂയം, പൂരം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, പൊരുട്ടാതി, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം പൊതുവെ മിതമായിട്ടുള്ള ഫലങ്ങളാണ് നൽകുന്നത്. ക്ഷമയോടെയും ആത്മവിശ്വാസത്തോടെയും പ്രവർത്തിച്ചാൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ എല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. നാളത്തെ ദിവസം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.